എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. ഗൈസ്, എനിക്ക് രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് ഒരു ഐഡിയ തോന്നി. നമ്മുടെ കുറച്ച് മീനൊക്കെ വീട്ടിൻ്റെ ഉള്ളിലാണ്, കുറച്ച് മീൻ നമ്മുടെ ഈ ടെറസിന് മേലെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഫുഡ് കൊടുക്കാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. പിന്നെ എനിക്ക് എല്ലാ മീനിനും ഒരുമിച്ച് കാണാനൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ടെറസിൽ ഫുള്ളല്ല, കുറച്ച് ഭാഗം മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മീനിനെ എല്ലാം സെറ്റപ്പ് ചെയ്ത് വെക്കാമെന്നാണ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത്. അതാണ് ഇന്ന് എൻ്റെ വീഡിയോൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മീൻ എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് എല്ലാത്തിനെയും ഇങ്ങനെ കുറേ നേരം നോക്കിയിരിക്കില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ നമ്മൾക്കത് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ചെയ്തല്ലോ ഗൈസ്. ഇതാണ് കേട്ടോ ഇപ്പോഴുള്ള അവസ്ഥ. എൻ്റെ ടബും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കട്ടിലുണ്ട് ഇടയിൽ, അത് എന്തിനാണ് ഇട്ടിരിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അധികം വിറകുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊന്നും നമ്മളിപ്പോൾ ശരിയാക്കുന്നില്ല, കാരണം ഇതിനിടയിൽ കുറേ പാമ്പുണ്ടാകും. എന്തിനാണ് വെറുതെ അവരെ നമ്മളെ ശല്യപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സൈഡ് മാത്രം ഒന്ന് സെറ്റപ്പ് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും അലങ്കോലമായിട്ട് കിടക്കുന്നത്, പക്ഷെ നമുക്കെല്ലാം സെറ്റാക്കാം. ഗൈസ്, നമ്മുടെ വീടിൻ്റെ മെയിൻ്റനൻസ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീട് ഇത്രയും അലങ്കോലമായി കിടക്കുന്നത്. പിന്നെ വീടിൻ്റെ ടെറസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും പഴയ സാധനങ്ങളാണല്ലോ നമ്മൾ കൂടുതലായിട്ട് അവിടെ സൂക്ഷിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും അലങ്കോലമായിട്ട് കിടക്കുന്നത് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾക്ക് ഇത്രയും ടബിൽ നമ്മുടെ മീനുണ്ട് കേട്ടോ. ഈ ടബിൽ എല്ലാ ടബിലും മീനുണ്ട് നമ്മുടെ. അപ്പോൾ എല്ലാം വേറെ വേറെ ടൈപ്പ് മീനുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളറിയത് ഞാൻ കുറച്ച് മീനും മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതെല്ലാം കൂടി ആയപ്പോൾ ഇത്രയും ടബായിട്ടോ. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്. കാരണം ഞാൻ ഇപ്പോൾ 1 മാസം തന്നെ ആയിട്ടുള്ളൂ മീൻ വളർത്തലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത്രയും മീൻ എനിക്ക് മേടിക്കാൻ സാധിച്ചതിലും വളർത്താൻ സാധിച്ചതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ഫൈറ്ററിൻ്റെ കുട്ടികൾ ഇതിലുണ്ട് കണ്ടോ, ബേബീസ് ഉണ്ട് കേട്ടോ. അവർക്കിപ്പോൾ ഒരു 12-13 ദിവസമായി അവർ ജനിച്ചിട്ട്. എന്തായാലും അവർ നല്ലതുപോലെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വേറൊരു ഗപ്പിയാണ് കേട്ടോ. ഇത് ഗപ്പി ടാങ്കായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് കണ്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഗപ്പി ടാങ്ക്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം നമ്മൾക്ക് വേറെ നല്ലതുപോലെ ചെയ്യാൻ ഭയങ്കര പൈസയൊക്കെ വേണ്ടേ. ഇതാകുമ്പോൾ നമ്മൾക്ക് ലോ കോസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾക്കൊന്ന് മാറ്റിയെടുക്കണം. പക്ഷെ ഇപ്പോൾ ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചാൽ പാമ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ നിന്നാൽ പാമ്പ് എന്തെങ്കിലും ഓടി വന്നാൽ പിന്നെ അത് ഭയങ്കര പ്രശ്നമാകും. അപ്പോൾ നമ്മൾക്കിതിപ്പോൾ വീട്ടിലെല്ലാവരും കൂടി ഫ്രീ ആയണ സമയത്ത് നമ്മൾക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് സെറ്റപ്പ് ചെയ്തത് ഗൈസ്. ഈ ഒരു ചെറിയ പോർഷനെ സെറ്റപ്പ് ചെയ്തുള്ളൂ, പക്ഷേ കുറച്ചധികം ടയേർഡായി. ഇനി ഈ ടബിലൊക്കെ വെള്ളമൊക്കെ മാറ്റിയിട്ട് പുതിയ വെള്ളമൊക്കെ നിറയ്ക്കണം കേട്ടോ. കാരണം ഇതിപ്പോൾ എല്ലാം ഞാൻ അടിച്ചു വിട്ടപ്പോൾ എല്ലാത്തിലും പൊടിയായി നല്ലതുപോലെ. അപ്പോൾ നമ്മൾക്ക് എല്ലാം ഇനി വെള്ളമൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എല്ലാം അടിപൊളിയാക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടൻറ്റും കൂടി ഇഷ്ടമാണോ എന്ന് പറയണം. കാരണം നിങ്ങൾക്ക് ഫിഷിങ്ങിൻ്റെ കണ്ടൻറ്റ്സ് ആണല്ലോ കൂടുതൽ ഇഷ്ടം. ഇത് പക്ഷേ എനിക്ക് രാവിലെ എണീച്ചപ്പോൾ തോന്നി എന്നാൽ ഇതൊന്ന് ചെയ്യാമെന്ന്.
അപ്പോൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. എനിക്കിങ്ങനെ ഇഷ്ടമാണ് കേട്ടോ, എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ചെയ്തു ഗായ്സ്. നല്ലതുപോലെ കിതയ്ക്കുന്നുണ്ട്. എനിക്ക് വേർപ്പിൻ്റെ പിന്നെ അസുഖമുള്ളത് കൊണ്ട് പണിയെടുത്തിട്ട് ശീലമില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര ക്ഷീണമായി ഗൈസ്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ ബൈ.